നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായി കുറഞ്ഞത് 24 മണിക്കൂർ കഴിഞ്ഞാലേ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പണം തരൂ എന്നാണ്. എന്നാൽ ഈ 2026 ഇൻഷുറൻസ് മേഖലയിൽ വന്നിരിക്കുന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി മുതൽ വെറും 2 മണിക്കൂർ മാത്രം ആശുപത്രിയിൽ കിടന്നാലും നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ഇതാണ് ഷോർട്ട് ടൈം കവർ അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ കവർ എന്ന് പറയുന്നത്. സാധാരണ ഇൻഷുറൻസ് പോലെ തന്നെ ഇന്ന് ഒട്ടുമിക്ക ആളുകളും തിരയുന്ന ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കമ്പനികളാണ് ഇത് തരുന്നതെന്ന് ഈ വീഡിയോയിലൂടെ പറയാം. ആദ്യം തന്നെ എന്താണ് ഈ മാറ്റത്തിന് കാരണമെന്ന് നോക്കാം. പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. മെഡിക്കൽ രംഗത്ത് വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത്യാധുനിക ശസ്ത്രക്രിയകളും മികച്ച അനസ്തേഷ്യ രീതികളും വന്നതോടെ പണ്ട് ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിരുന്ന പല ചികിത്സകളും ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സുരക്ഷിതമായി തീർക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ 24 മണിക്കൂർ ആശുപത്രിയിൽ കിടന്നാലേ പണം തരൂ എന്ന നിയമം ഇൻഷുറൻസ് കമ്പനികൾക്ക് മാറ്റേണ്ടി വന്നു. ഇൻഷുറൻസ് വിപണിയിലെ കണക്കുകൾ പ്രകാരം ഇന്ന് നടക്കുന്ന ആകെ ക്ലെയിമുകളിൽ 30% ഇത്തരത്തിലുള്ള കുറഞ്ഞ സമയത്തെ ആശുപത്രിവാസവും ഡേ കെയർ ചികിത്സകളുമാണ്. ഇനി 2 മണിക്കൂർ കവറേജിന്റെ പ്രധാന ഗുണം എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഇൻഷുറൻസിൽ ഡേ കെയർ ചികിത്സകൾക്ക് പണം കിട്ടണമെങ്കിൽ അതിന് കർശനമായ ചില നിയമങ്ങളുണ്ട്. നൂതന സാങ്കേതിക വിദ്യയോ അനസ്തേഷ്യയോ ഒക്കെ വേണം എന്ന നിബന്ധനകൾ ഉണ്ടാകാം. എന്നാൽ ഈ പുതിയ ഷോർട്ട് ഡ്യൂറേഷൻ കവർ വഴി കൃത്യമായ നിരീക്ഷണത്തിനായി വെറും 2 മണിക്കൂറിലധികം ആശുപത്രിയിൽ അഡ്മിഷൻ വേണ്ടിവരുന്ന സാധാരണ ചികിത്സകൾക്കും നിങ്ങൾക്ക് സുരക്ഷിതമായി ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും. നിവാബുബ, കെൽത്ത് ഹെയർ ഇൻഷുറൻസ് തുടങ്ങിയ മുൻനിര കമ്പനികളെല്ലാം ഈ വർഷം ഇത്തരത്തിലുള്ള പ്രീമിയം ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി പുതിയ രീതി തിരഞ്ഞെടുക്കുമ്പോൾ പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ പറയാം. ഏറ്റവും പ്രധാനം, എല്ലാ ചികിത്സകളും ഇതിൽ ഉൾപ്പെടില്ല എന്നതാണ്. 2 മണിക്കൂർ കവർ എന്ന് കേൾക്കുമ്പോൾ OP വിഭാഗത്തിൽ കാണിക്കുന്ന സാധാരണ പനിയും ചുമയും ഒക്കെ ഇതിൽ പെടുമെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് തെറ്റാണ്. ഇതിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടത് നിർബന്ധമാണ്. മറ്റൊരു കാര്യം, ഓരോ പോളിസിയിലും അതിന്റെ സമയപരിധിയും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചികിത്സകൾ വ്യത്യസ്തമായിരിക്കും. ചില പ്രത്യേക രോഗങ്ങൾക്കോ മുൻപ് തന്നെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഇതിൽ തുടക്കത്തിൽ കവറേജ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പരസ്യങ്ങൾ മാത്രം കണ്ട് കണ്ണടച്ച് പോളിസി എടുക്കരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിലവിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ ഇത്തരം ഷോർട്ട് ടൈം കവറുകൾ ലഭ്യമാണോ എന്ന് കമ്പനിയുമായി ചോദിച്ചറിയുക. പുതിയ പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ വീടിനടുത്തുള്ള ഇൻഷുറൻസ് ഓഫീസുകളിൽ നേരിട്ട് പോയി ഇതിന്റെ കൃത്യമായ നിയമങ്ങളും മനസ്സിലാക്കണം. കാരണം ഓരോ കമ്പനിയുടെയും പോളിസി നിബന്ധനകൾ സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്.